ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് മീൻസ് ഫാമിലി ട്രിപ്പ്. അതും ഷർഫുവിൻ്റെ വീട്ടുകാരുമായിട്ട്. എവിടേക്കാണ് പോണതെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പല്ല് തേക്കാം. അത് മസ്റ്റാണല്ലോ. പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഫീലിങ്സ് അടിപൊളിയാണല്ലേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ എല്ലാ ജനലയും അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് തുറന്നിടുക. അവിടെയും കുറച്ച് നേരം ഇതേപോലെ പ്രകൃതി ആസ്വദിക്കുക. അതിനുശേഷം ഡെയിലി കുടിക്കുന്ന പോലെ ഒരു ഗ്ലാസ് വെള്ളം ചവച്ചരച്ചങ്ങോട്ട് കുടിക്കുക. ഇതെന്താ ഞാനിങ്ങനെ ചവച്ചരക്കണേ? എന്തെങ്കിലും ആവട്ടെ. ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിക്കുക. അതിന് ശേഷം നമുക്ക് അരി ഇടാം. ചോറ് കൊണ്ടുപോകണേ. ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. ഒന്നല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഓരോ ഫാമിലീസും അവരവർക്ക് വേണ്ട പൊതിച്ചോറ് എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടിയും ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും കൂടിയായിട്ട് നമ്മൾ പുറത്തൊരാളെ കൊണ്ട് വെപ്പിച്ചിങ്ങായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോകാറ്. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഓരോ ഫാമിലീസും എടുക്കാം. അപ്പോൾ ഞാനപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഞാനപ്പോൾ ചെമ്മീൻ കറിയും പയറുപ്പേരിയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരുപാട് കറികളൊന്നും കൊണ്ടുപോകണ്ട, കാരണം എല്ലാ ഫാമിലീസും കറികൾ കൊണ്ടുവരുമല്ലോ. അപ്പോൾ എന്തായാലും എക്സ്ട്രാ കൂടുതലായിട്ട് അവർ എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അവരുടെ നിന്നൊക്കെ കറികൾ കിട്ടും. അതാണ് പൊതിച്ചോറ് കൊണ്ടുപോയാലുള്ള ഗുണം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒരു അടുപ്പുമ്മൽ നൂലപ്പം വെച്ചിട്ടുണ്ട്, ഒരടുപ്പുമ്മൽ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തുമ്മൽ പയറുപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടിയും സെറ്റായിക്കോളുമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമല്ലേ. എൻ്റെ തട്ടലും മുട്ടലൊക്കെ കേട്ട് വാപ്പിയും മക്കളും എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി അവരെ പല്ല് തേപ്പിക്കണ്ട, തേച്ചോളും. പക്ഷെ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, മോനെ പല്ല് തേക്ക് എന്ന്. എല്ലായിടത്തും ഇതിനൊക്കെ തന്നെയാണോ? എന്തായാലും എൻ്റെ വീട്ടിലിങ്ങനെയാണോ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെ അവനായിട്ട് ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അവൻ ചോദിക്കണേ എന്തൊക്കെയാണ് ഉണ്ടാക്കണത്, എന്തൊക്കെയാണ് കൊണ്ടുപോകണത്, നമ്മൾ എപ്പോഴാണ് പോണത്, നമ്മൾ ഫുഡ് അവിടെ പോയിട്ടാണോ കഴിക്കണത്, അതിന് വേണ്ടിയിട്ടാണോ ഫുഡ് ഉണ്ടാക്കണേ, 100 ക്വസ്റ്റ്യൻസുകളായിരുന്നു അവനക്ക്. അപ്പം എന്തായാലും നമ്മളത് ക്ലിയർ ചെയ്തിട്ട് പല്ല് തേക്കാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ വാപ്പിയും മക്കളും കൂടി അവിടെ ഇരുന്ന് വർത്താനം. ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ വാപ്പി 2 അങ്ങോട്ട് ഓടിപ്പിച്ചു. 3 കൂടി ചറ പറന്ന് അങ്ങോട്ട് ഓടി. പിന്നെ വാപ്പി ഒന്നുമായിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. വാപ്പിക്ക് ചായ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുണ്ടാക്കി കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതാ വാപ്പി ചായ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ പാൽ ചായ മാത്രമേ ഞങ്ങളിങ്ങനെ ഗ്യാസുമ്മൽ തിളപ്പിക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കെറ്റിലെ വെള്ളം ചൂടാക്കി ഇങ്ങനെ ഒഴിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ അതാകുമ്പോൾ വേഗം ചായ റെഡിയാവും. ഗ്യാസുമ്മലാകുമ്പോൾ കുറേ ടൈം എടുക്കില്ലേ തിളയ്ക്കാനൊക്കെ. കെറ്റിലാകുമ്പോൾ പെട്ടെന്ന് തിളച്ച് ചായ സെറ്റായി വേഗം കിട്ടും. പിന്നെ അതാ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഷർഫുവിന് കട്ടൻ ചായയും പയറുപ്പേരി അല്ലെങ്കിൽ കടലുപ്പേരി, മുതിരുപ്പേരി, അതൊക്കെ കട്ടൻ ചായയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കണുണ്ടപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് തന്നിരുന്നു പറഞ്ഞിങ്ങായിട്ട് ഇരുന്ന് തിന്നണതാണ് കാണുന്നത്. എനിക്കും തന്നിട്ട്, പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. എന്നാലും തന്നതല്ലേ ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ എന്താ റസ്ക്കും ചായയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചായ കുടിക്കുന്നതിനിടയിൽ അവർ പല്ലൊക്കെ തേച്ച് വന്നു. പിന്നെ ഇനി അവർക്ക് ചായ കൊടുക്കുന്ന പരിപാടിയാണ്. അവർക്ക് ഈ റസ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ഇവർ മദ്രസയിൽ പോകുമ്പോൾ ഇവർക്ക് കഴിച്ചിട്ട് പോകാനൊക്കെ ആയിട്ട് മേടിക്കണതാണ്. അതാകുമ്പോൾ അവർ 1-2 റസ്ക് കഴിച്ച് അങ്ങനെ അങ്ങോട്ട് മദ്രസയിലേക്കൊക്കെ അങ്ങോട്ട് പൊക്കോളും. പിന്നെ അവർ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയാണ്. അത് കഴിഞ്ഞ് പിള്ളേരുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഷർഫ് ഇതാ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാടകയിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്.
പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ചായ കൊടുത്തു. കാരണം അവർക്ക് കുടിക്കാനായിട്ട് കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് നേരത്തെ കൊടുത്തു. നൂലപ്പവും പാലും പഞ്ചസാരയായിരുന്നു. ഇവർ രണ്ടുപേരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ സംസാരിക്കാനിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒന്ന് ഫുഡ് കഴിക്കുമ്പോഴും ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴുമാണ്. അതല്ലാതെ ബാക്കി ടൈമുകളിൽ ഇവർ ഒന്നല്ലെങ്കിൽ ടി വി, അതല്ലെങ്കിൽ സൈക്കിൾ ഓട്ടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കുള്ളൂ. ഇവർ സംസാരിക്കുന്നതും കളിക്കുന്നതും ഈ ഫുഡ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ? അതോ എൻ്റെ വീട്ടിൽ മാത്രമുള്ളോ ഇങ്ങനെ? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ഈ ഒരു സംസാരവും കളിയും ചിരിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ദേഷ്യം വരും, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇവരറിയും ഞങ്ങൾ കളിക്കട്ടെ ഉമ്മി, ഞങ്ങൾ സംസാരിക്കട്ടെ ഉമ്മി. ഇത് തന്നെയാണ് പരിപാടി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ തന്നെയാണോ? അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ റെഡിയാവാൻ വന്നു. ഇതാണ് ഞാനിരുന്ന് ഡ്രസ്സ് ഇട്ടാം. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനും ഷർഫും കൂടെ ഇരുന്നങ്ങായിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഒന്നാമത് നേരം വൈകിട്ടാം. അപ്പോൾ ഞങ്ങൾ തിരക്ക് പിടിച്ചിട്ടാണ് കഴിക്കണത്. അതിൻ്റെ ഇടയിൽ 2 എണ്ണം കൂടെ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട്. എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ട്രാവലറിനാണ് കേട്ടോ പോണേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഞാൻ പറഞ്ഞില്ലല്ലോ എവിടേക്കാണെന്ന്. പാനിയേലിപ്പോരാണ് സ്ഥലം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലമുണ്ട്. ഓരോന്നിനും ഓരോ സെക്ഷനാണ്. ഇപ്പോൾ കാർ പാർക്കിങ്ങിന് 35 രൂപ, ട്രാവലറിന് 60 അങ്ങാണ്ടാണ് തോന്നുന്നു, ബൈക്കിന് 15 രൂപ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾക്ക് അവിടേക്കുള്ള ടിക്കറ്റ്. ഓരോരുത്തർക്കുള്ള റേറ്റാണ് ഈ കാണുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് അവിടെ 2-3 ചേച്ചിമാരിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഫുഡ് ഐറ്റംസ് ഉണ്ടോ, കുപ്പി ഉണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ഫുൾ ക്ലീനാണ്. അവർ നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ പോകുന്ന ആൾക്കാർ ഈ വക സാധനങ്ങളായിട്ടൊന്നും പോകണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വെള്ളം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ചോദിച്ചെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുപ്പിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ നിന്ന് അവരത് സ്റ്റിക്കർ ചെയ്തിങ്ങായിട്ട് നമുക്ക് തരും. ഒരു 10 രൂപയും കൊടുക്കണം. ബോട്ടിലും അവർ സ്റ്റിക്കറും ചെയ്യും. എന്നിട്ട് നമ്മളത് തിരിച്ചു കൊണ്ടുവന്ന് ആ കുപ്പി നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് അവരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 10 രൂപ നമുക്കവർ റിട്ടേൺ തരും.
ഇനിയിപ്പോൾ നമ്മളവിടെ കുപ്പി അവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ നമ്മുടെ ഫൈനാണ്. അങ്ങനെ നമുക്ക് തിരിച്ച് കിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ വായിച്ച് നോക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുക. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ നടക്കാനുണ്ടെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പതിയെ പതിയെ നമുക്ക് ഇതേപോലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഗ്യാങ് ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല കൂളായിട്ട് നമുക്ക് പോവാം. പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അത് സൂക്ഷിക്കാനായിട്ട് അവിടെ ഇവിടെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്ലീനാണ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ ഇവിടെ കാണാനായിട്ട് പറ്റില്ല. ഇവിടെ 2-3 ചേച്ചിമാർ നിന്നിട്ട് ഫുൾ ടൈം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലകൾ വീഴുന്നത് അപ്പാപ്പം അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ആരും വൃത്തികേടൊന്നും ആക്കാതിരിക്കുക. ഈ കാണുന്ന പാറയുടെ മേലിൽ കൂടെ നമ്മൾ കയറണ്ട കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. അതിലേക്ക് കൂടെ ഇങ്ങനെ നടന്നു പോവാം. പിന്നെ ഈ വഴി പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. കാരണം കല്ലും കുഴിയും അതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തടഞ്ഞ് വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നടക്കുക. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും നേരം നടന്ന് ഫൈനലി നമ്മളുടെ സ്ഥലത്തേക്ക് നമ്മളെത്തി. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് അധികം അങ്ങനെ വെയിലും കാര്യങ്ങളും ഇല്ല. പിന്നെ ആൾക്കാരും വളരെ കുറവായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് അപ്പോൾ പോകാൻ നിൽക്കുന്ന ആൾക്കാർ രാവിലെ തന്നെ പോവാം. അതാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതേപോലത്തെ കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പിന്നെ ചെറുതായിട്ട് വഴുക്കലുണ്ട്, സൂക്ഷിച്ച് നടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തെന്നിയടിച്ച് വീഴാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. വെള്ളച്ചാട്ടം പോലെ നോക്കി
അടിപൊളിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാട്ടിലൊക്കെ അടിപൊളിയാണ് നമുക്ക് നേരിട്ട് കാണാനായിട്ട്. നമുക്ക് അതിരപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ വാട്ടർഫോൾസ് കാണുന്ന പോലെയൊക്കെ അത്യാവശ്യം അതേ ഒരു ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ പാലിട്ടിരിക്കുന്നത് അപ്പുറത്തേക്ക് പോകാനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോട് കൂടി അപ്പുറത്തേക്ക് പോയി, എന്തിട്ടാ അവിടെ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പുറത്ത് പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മലയും സംഭവങ്ങളും ഈ പാറയും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ നമുക്കവിടെ ഇരുന്ന് വെള്ളത്തിൽ കളിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ പോയ വഴിയെ തന്നെ റിട്ടേൺ അടിച്ചിങ്ങോട്ട് പോന്നു. എന്നിട്ട് നമുക്ക് പറ്റിയൊരു സ്ഥലത്ത്, അങ്ങനെ ആൾക്കാരൊന്നും ഇങ്ങനെ ഇല്ലാത്തൊരു സ്ഥലം നോക്കി ഇങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങി വെള്ളത്തിലോട്ട്. പിന്നെ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിലിറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് പോവാം. ഡ്രസ്സിങ് റൂമും ബാത്റൂമും എല്ലാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിലാരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. നമുക്ക് പ്രായഭേദമന്യേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായാലും വയസ്സായ ആൾക്കാർക്കായാലും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ നമുക്ക് അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേരെ നമുക്ക് അങ്ങനെ ഇറക്കി അങ്ങോട്ട് വിടാം, വലിയ കുഴപ്പമൊന്നുമില്ല. അവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കും ടെൻഷനില്ലാതെ നമുക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ചെറുതായിട്ട് വഴുക്കളുള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ തെന്നിയടിച്ച് വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാതിരി മീനുകൾ അവിടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അനങ്ങാണ്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കാലിൽ വന്നിങ്ങോട്ട് മീനുകൾ, അതും ഒന്നോ രണ്ടല്ല, ഇഷ്ടമാതിരി മീനുകൾ വന്നിങ്ങോട്ട് കാലിൽ വന്ന് കൊത്തും. നല്ലൊരു ഇതാണ് കേട്ടോ. പക്ഷെ എനിക്കതിൽ ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും കൊത്താനൊക്കെ വേണ്ടിങ്ങായിട്ട് കാലൊക്കെ അനങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ ഇഷ്ടമായില്ല. പെട്ടെന്ന് മീൻ വന്ന് കൊത്തുമ്പോൾ നമ്മൾ ഒരു ഞെട്ടൽ പോലെ ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രായഭേദമന്യമില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ നീന്തൽ പഠിപ്പിക്കാനും അടിപൊളിയാണ്. ഷറഫ് അമ്മീനെ നീന്തൽ പഠിപ്പിക്കാൻ നോക്കണതാണ് കേട്ടോ. പക്ഷേ ഫൈനലി അവൻ നീന്തൽ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് അവനക്ക് ചെറുതായിട്ടൊക്കെ അറിയായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് അവൻ നീന്തൂലായിരുന്നു. പക്ഷേ ഇവിടെ പോയിട്ട് നമ്മൾ നീന്തൽ അവൻ കറക്റ്റായിട്ട് പഠിച്ചു. ശരിക്കും നല്ല രീതിക്ക് നീന്തുന്നുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ നീന്തൽ പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളും കുറേ ട്രൈ ചെയ്തായിരുന്നു നീന്തൽ പഠിക്കാനായിട്ട്. പക്ഷേ നമുക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടാണോ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്കൊന്നും പറ്റുന്നുണ്ടായില്ല. പക്ഷേ ബാക്കി കൊച്ചാപ്പ, അളിയൻ അവരൊക്കെ നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. മസ്റ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങളൊരു ഉച്ച ടൈമൊക്കെ ആയി, വെയിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ കയറി. പിന്നെ എല്ലാവർക്കും വിശപ്പും തുടങ്ങി. പിള്ളേർക്കൊക്കെ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ വിശപ്പും തുടങ്ങി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിങ്ങോട്ട് ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഒരു അത്യാവശ്യം മഴയുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് അവിടെ നമുക്ക് സ്ഥലമുണ്ട് കഴിക്കാനായിട്ട്. പക്ഷേ മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്നിങ്ങായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടി പോകുന്നതിന് ശേഷം ഒരു കടമുറി ഒഴിവ് കണ്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇതാണ് ഗൈസ് ഫുഡ്. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്തൊക്കെയൊക്കെയോ കറികളുണ്ടായി, എല്ലാം കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് എന്ത് രസമായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതേപോലെ പൊതിച്ചോറൊക്കെ കൊണ്ടുപോയി ഇങ്ങോട്ട് ഫുഡ് കഴിച്ച് നോക്കിയൊക്കെ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി. മഴയുടെ തണുപ്പും നമ്മൾ വെള്ളത്തിൽ കിടന്നതിൻ്റെ തണുപ്പും പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ക്ഷീണവും എല്ലാം കൂടിയായിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തകർത്ത് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കുത്തി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി തണുപ്പുള്ളത് കൊണ്ട് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു ചായ കുടിച്ചേക്കാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ കുടിച്ചത്. ചായ, ഹോർലിക്സ്, ബൂസ്റ്റ്, കോഫി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോരുത്തർ കുടിച്ചത്. പക്ഷെ അവിടെ നിന്ന് കുടിച്ച ഒന്നും കൊള്ളില്ലായിരുന്നു ഗൈസ്. കാരണം ചൂടുണ്ടായിരുന്നില്ല, ആരുടേതിലും ചൂടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കുടിക്കാനായിട്ട്. എന്നാലും ഞങ്ങൾ കുടിച്ചു.
കാരണം നമ്മൾ അത്രയും തണുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ലൊരു ചൂട് ചായയൊക്കെ കുടിക്കാനാണ് പോയത്. പക്ഷേ ആ ചൂടുള്ളത് നമുക്കൊന്നും കിട്ടിയില്ല. ഫൈനലി നമ്മൾ നമ്മുടെ നമ്മുടെ നാട്ടിലെത്തി. നമ്മൾ ഇതാ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.